വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. നരഭോഷികൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആഫ്രിക്കയിലെയോ ആമസോണിലെയോ ഒക്കെ പ്രാകൃത മനുഷ്യരെയാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഏതെങ്കിലും സിനിമകളിലെ കഥാപാത്രങ്ങളാകാം. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഡേൺ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും കുറിച്ചാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിചിത്രമായൊക്കെ തോന്നാം, എന്നാൽ സംഗതി സത്യമാണ്. 2017 സെപ്റ്റംബർ 27 ടൈം മാഗസിനിൽ വന്നൊരു ഫീച്ചർ വായിച്ച് പലരും ഞെട്ടിത്തരിച്ചു നിന്നു. മട്ടനോ ബീഫിനോ പകരം നായ്ക്കളെ കൊന്ന് കറിവെച്ച് വിളമ്പിയ ഹോട്ടലുകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ തന്നെ വളരെ അറപ്പോടെ നെട്ടിച്ചുളിക്കുന്നവരാണ് പലരും. അപ്പോൾ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ തന്നെ ഒരു ദയയും കൂടാതെ കൊന്ന് കറിവെച്ച് കഴിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അറപ്പോടെ മാത്രമേ അത് കേട്ടു നിൽക്കാനാകൂ. അതിനെല്ലാം അപ്പുറം ഇതൊരു തിരിച്ചറിവാണ്. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ കൺമുന്നിൽ നിന്നും ഒരുപാട് അകലെ ഇങ്ങനെയും ചിലർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ബോധം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ദക്ഷിണ റഷ്യയിലെ ക്രാസ്നദാർ മേഖലയിലാണ് സംഭവം. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വ്യോമ അക്കാദമിയിലെ ഉദ്യോഗസ്ഥൻ 35-കാരനായ ദിമിത്രി ബക്ഷയെയും നെയ്സും 42-കാരിയുമായ ഭാര്യ നദാലിയുമാണ് നരഭോജികളായി വർഷങ്ങളോളം ജീവിച്ചു വന്നത്. 1-2 വർഷമല്ല, 20 വർഷം. ഈ 20 വർഷത്തിനിടെ കൊന്നു തിന്നത് 30ഓളം പേരെയും. പോലീസ് വളരെ ഒരു യാദൃശ്ചികമായി നടത്തിയ അന്വേഷണമാണ് സൈനികന്റെയും നഴ്സിന്റെയും ക്രൂരകൃത്യങ്ങൾ കൈയോടെ പിടിക്കാൻ തന്നെ കാരണമായത്. വഴിയിൽ കിടന്ന് കളഞ്ഞു കിട്ടിയ ഒരു മൊബൈൽ ഫോണിലെ ചില സെൽഫി ചിത്രങ്ങൾ കണ്ട് ഞെട്ടി അതിനെക്കുറിച്ച് നടത്തിയ ഒരു അന്വേഷണമാണ് മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യത്തിന്റെ ഉള്ളറയിലേക്ക് വെളിച്ചം വീശിയത്. രാവിലെ നടക്കാനിറങ്ങിയ ഒരു വഴിയാത്രക്കാരനായിരുന്നു ക്രാസ്നദാർ നഗരത്തിലെ റിപ്പീന സ്ട്രീറ്റിൽ നിന്നും ഇവരുടെ മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയത്. ഫോൺ എടുത്ത് പരിശോധിച്ച അയാൾ ഗാലറിയിലേക്ക് കടന്നതും അയാളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അതിഭീകരമായ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇവ കണ്ട് ഞെട്ടി കയ്യും കാലും വിറച്ചിരുന്ന അയാൾ കുറച്ചു സമയത്തിന് ശേഷം സ്വബോധത്തിലേക്ക് വന്നു പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണം എത്തി നിന്നതോ ദിമിത്രിക്ക് സർക്കാർ അനുവദിച്ച ഹോസ്റ്റലിലേക്കും. ഇവിടെ എത്തി ഈ ദമ്പതികളെ കണ്ട പോലീസ് വീട് പരിശോധിച്ചപ്പോൾ മനം പുരട്ടുന്നതും അങ്ങേയറ്റം ഭയാനകവുമായ കാഴ്ചകളാണ് കണ്ടത്. വീടിന്റെ ബേസ്മെന്റിൽ ഒരു യുവതിയുടെ ശരീരം, ഫ്രിഡ്ജിനുള്ളിൽ 8 ശരീരാവശിഷ്ടങ്ങൾ, ഉപ്പിലിട്ട നിലയിൽ മനുഷ്യ ശരീരഭാഗങ്ങൾ നിറച്ചിരിക്കുന്ന നിരവധി ഭരണികൾ, മനുഷ്യ അച്ചാറുകൾ, വീടിന്റെ നിലവറയിൽ അസ്ഥിക്കൂടങ്ങളും വീട്ടുവളപ്പിൽ നിന്ന് 19 മനുഷ്യത്തോലുകളും, മേശപ്പുറത്ത് ഒരു മനുഷ്യന്റെ തല അറുത്ത് ഓറഞ്ച് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ന് ഗൂഗിളിൽ ലഭ്യമാണ്. ഇവർ ഇത്രയും വർഷമായി ഇരകളെ വലയിലാഴ്ത്തിയിരുന്നത് ഡേറ്റിംഗ് ആപ്പ് വഴിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഭാര്യയും ഭർത്താവും ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്നവരെ അവരുടെ വീട്ടിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കും. ശേഷം കുടിക്കാനായി നൽകുന്ന പാനീയത്തിൽ മയക്കുമരുന്ന് കലക്കി നൽകിയാണ് കൊലപ്പെടുത്തുന്നത്. പിന്നാലെ അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമാക്കുകയും ചെയ്യും. മൃതശരീര ഭാഗങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി. അതവർക്ക് ഒരു ഹരമാണ്. ചില മൃതദേഹാവശിഷ്ടങ്ങൾ ക്രാസ്നദാർ നഗരത്തിൽ ഉപേക്ഷിച്ചതായും ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 1999 മുതലാണ് താനും ഭാര്യയും മനുഷ്യമാംസം ഭക്ഷിക്കാൻ തുടങ്ങിയതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ശരീരാവശിഷ്ടങ്ങൾ അലങ്കരിച്ച ശേഷമാണ് ഭക്ഷണമാക്കുന്നത്. 1999 ഡിസംബർ 28 വെട്ടിമാറ്റിയ തല ഓറഞ്ച് കൊണ്ട് അലങ്കരിച്ച ചിത്രവും ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് അയൽക്കാരുമായൊന്നും യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ അയൽവാസികൾക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയുകയുമില്ല. ചില കുറ്റവാളികൾ പോലീസ് അന്വേഷണത്തിൽ ആദ്യം കുറ്റം സമ്മതിക്കാറില്ല. എന്നാൽ ഇവിടെ പോലീസിന്റെ ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ ഇതെല്ലാം മാറ്റി പറയാൻ തുടങ്ങി. തങ്ങൾ ആരെയും കൊന്ന് കറിവെച്ച് ഭക്ഷിച്ചിട്ടില്ലെന്നും ഒരു ഫോറസ്റ്റിൽ നിന്നും കിട്ടിയ ശവശരീരങ്ങൾ ഒരു കൗതുകത്തിനായി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്.
30 പേരെ കൊന്നുവെന്ന് ഇവർ സമ്മതിച്ചുവെങ്കിലും വീട്ടിൽ നിന്നും ലഭിച്ച മൃതദേഹത്തെ ചുറ്റിപ്പറ്റി മാത്രമാണ് പോലീസിന്റെ അന്വേഷണം. ഇപ്പോഴും ഇതിന്റെ അന്വേഷണം നടക്കുകയാണെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്? ഇലന്തൂരിൽ നരബലി നടക്കുകയും അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിൽ പലരും ഓക്കാനിച്ചിട്ടുണ്ടാകണം. പലരും ഇതിനുശേഷം ഭക്ഷണം കഴിക്കാൻ തന്നെ പാടുപെട്ടുവെന്നുള്ള കാര്യവും സത്യമാണ്. അപ്പോഴാണ് ഇവിടെ ഒരു മനുഷ്യ ശരീരത്തെ അച്ചാറുകളാക്കി സ്വാദിഷ്ടമായ വിഭവങ്ങളാക്കിയുമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതല്ലേ. ഒരു മട്ടനോ ബീഫോ പോർക്കോ ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ വെറൈറ്റി റെസിപ്പികൾ തയ്യാറാക്കുന്നത് പോലെയാണ് അവർ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.